അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് 3-ാം ക്ലാസ് വരെ നമുക്ക് 10-ാമത്തെ പാഠം ഒന്ന് പഠിച്ചു നോക്കിയാലോ. അദ്ദറസുൽ ആശിറു, 10-ാമത്തെ പാഠം. ഹാദിഹി ഹദിയ്യത്തുൽ ലക്കി എന്നാണ്. ഇത് നിനക്കുള്ള സമ്മാനമാണ്. ലഹറത്ത് നതീജത്തുൽ ഇംതിഹാനിൽ ആമിയിൽ സൊഫി താലിത്തി. ലഹറത്ത് പ്രസിദ്ധീകരിച്ചു നതീജത്തുൽ ഇംതിഹാനി പരീക്ഷാ റിസൾട്ട്. നതീജത്ത് റിസൾട്ട്, അൽ ഇംതിഹാനി പരീക്ഷ, അല്ലാമി വാർഷിക പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ലിസൊഫി താലിത്തി 3-ാം ക്ലാസ്സിൻ്റെ. ലഹറത്ത് പ്രസിദ്ധീകരിച്ചു നതീജത്തുൻ റിസൾട്ട്, അൽ ഇംതിഹാനി പരീക്ഷയുടെ, അല്ലാമി വാർഷിക. അപ്പോൾ വാർഷിക പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ലിസൊഫി താലിത്തി 3-ാം ക്ലാസ്സിൻ്റെ. നജഹത്ത് ജുമാനത്തു, ജുമാനമോള് വിജയിച്ചു. ബി അലാമാത്തിൻ ഫായിഖത്തിൻ, ഉന്നതമായ മാർക്കോടുകൂടി. ഫ അസ്റഅത്ത് ഇല ഉമ്മിഹ, അവൾ ഉമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് ജുമാനയും ഉമ്മയും തമ്മിലൊരു സംഭാഷണമാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചില അഭിവാദ്യ വാക്കുകൾ, ചില സന്തോഷ സമയങ്ങൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ, ഒരാൾ നമുക്ക് വല്ല നന്മകളും ചെയ്താൽ അയാളോട് പറയേണ്ട വാക്കുകൾ, ഇതൊക്കെയാണ് ഈ പാഠത്തിലെ പ്രധാനമായ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ആളുകളുമായിട്ട് കാണുമ്പോൾ എന്ത് പറയണം, അതുപോലെ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ എന്ത് പറയണം, അത്ഭുതം ഉണ്ടാകുമ്പോൾ എന്ത് പറയണം, ഒരാൾ നമുക്ക് വല്ല സഹായവും ചെയ്താൽ എന്ത് പറയണം. നോക്കൂ, ജുമാന പറയണ അസ്സലാമു അലൈക്കും യാ ഉമ്മി, എൻ്റെ ഉമ്മ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടായിരിക്കട്ടെ. അൽഹംദുലില്ലാ. എന്നിട്ട് വീണ്ടും ജുമാന പറയാണ് സർവസ്തുതിയും അള്ളാഹുവിനാണ്. നജഹത്തു, ഞാൻ വിജയിച്ചിരിക്കുന്നു. ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ. ബി അലാമാത്തിൻ ഫായിക്കത്തിൻ, ഉന്നത മാർക്കോടുകൂടി. അപ്പോൾ ഉമ്മ പറയാണ് വഅലൈക്കുമുസ്സലാം, നിൻ്റെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. മാഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു സന്തോഷം വരുമ്പോൾ ഉപയോഗിക്കേണ്ട പദമാണ് മാഷാ അല്ലാ. അഹ്സൻതി, നീ വളരെ നല്ലത് ചെയ്തിരിക്കുന്നു, വെരി ഗുഡ്. അതാണ് മാഷാ അല്ലാ അഹ്സൻതി. യബ്നതി, എൻ്റെ മോളെ, ലക്കി ഹദിയ്യത്തും മിന്നി, നിനക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട്. ലക്കി, നിനക്കുണ്ട്. ഹദിയ്യത്തും മിന്നി, ഹദിയ്യത്തുൽ മിന്നി, എൻ്റെ അടുത്ത് നിനക്കൊരു സമ്മാനമുണ്ട്. ഇൻഷാ അല്ലാ. അപ്പം ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. എന്നിട്ട് ജുമാന അത്രയും ഒരു സന്തോഷകരമായ സന്തോഷം ഉമ്മ പ്രകടിപ്പിച്ചപ്പോൾ ജുമാന പറഞ്ഞു ഹയ്യാക്കില്ല, അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ. ഫിൽ മസാഇ, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഫിൽ മസാഇ ജാ അബൂഹ ബിൽ ഹദിയ, വൈകുന്നേരം. ഫിൽ മസാഇ, വൈകുന്നേരം. ജാ അബൂഹ, ജുമാനയുടെ ഉപ്പ വന്നു. ബിൽ ഹദിയത്തി, ഗിഫ്റ്റുമായി. അൽ അബു, ഉപ്പ പറഞ്ഞു അസ്സലാമു അലൈക്കും. ജുമാന പറഞ്ഞു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്നിട്ട് അപ്പോൾ ഉപ്പ പറഞ്ഞു യബ്നതി, എൻ്റെ മോളെ, ബാറക്കല്ലാഹു ഫീക്കി, അള്ളാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ. കണ്ട, അപ്പോൾ ഒരാളിലൊരു സന്തോഷം കണ്ടാൽ അയാൾക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന നടത്തുക. അതാണ് ബാറക്കല്ലാഹു ഫീക്കി അന മസ്റൂറുൻ, ഞാൻ വളരെ സന്തോഷവാനാണ്. ബി നജാഹിക്ക്, നിൻ്റെ വിജയം കൊണ്ട്. അപ്പോൾ നീ ജയിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മക്കൾ ജയിച്ചപ്പോൾ ഉപ്പച്ചി ഒരു സമ്മാനമൊക്കെ കൊടുത്തിട്ട് ഉപ്പച്ചി പറഞ്ഞു ഇത് ജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഹാദിഹി ഹദിയ്യത്തുല്ലക്കി, ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ ജുമാനക്ക് ഉപ്പച്ചി ഒരു സമ്മാനം കൊടുത്തു. അപ്പോൾ അങ്ങനെ നമുക്കൊരാൾ സമ്മാനം ഗിഫ്റ്റൊക്കെ തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്, അവരോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? അപ്പോൾ ജുമാന പറയും ശുക്രൻ യാ അബത്തി, താങ്ക് യു. അത് കണ്ടില്ലേ, ഉപ്പ നിങ്ങൾക്ക് നന്ദി.
ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, നന്മ പ്രതിഫലം നൽകട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രതിഫലം നൽകട്ടെ. കണ്ടില്ല, ഇതാണ് നമുക്കൊരാളൊരു ഗിഫ്റ്റ് തന്നു, അപ്പോൾ അയാളോട് നന്ദി പറയുന്നു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഒരാളിലൊരു നന്മ കണ്ടു, അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളോട് സലാം പറഞ്ഞാൽ അതിന് മടക്കുന്നു. നമ്മൾക്ക് വേണ്ടി ഒരാൾ നമ്മുടെ വിജയത്തിലൊക്കെ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഹയ്യാക്കില്ല എന്ന് പറയുന്നു. ഇതുപോലുള്ള പ്രയോഗങ്ങൾ പഠിക്കലാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊന്ന് വായിക്കാം. ഇഖ്റഉ 45-ാം പേജിൽ തന്നെ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അഹ്സൻതി, നീ നല്ലത് ചെയ്തു. വെരി ഗുഡ്. മാഷാ അല്ലാ, ഒരു സന്തോഷം കാണുമ്പോൾ. ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയുക. ഹയ്യാക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് ആയുസ് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. ബാറക്കല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ശുക്രൻ, താങ്ക് യു. ജസാക്കല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് നന്മ നൽകട്ടെ. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. ഇനി നുലാഹിദു യാ വമാ ബഅദഹു, യായും അതിൻ്റെ ശേഷവുമുള്ളതൊന്ന് ശ്രദ്ധിക്കുക. യബ്നതി, യാ ഉമ്മി, യാ അബത്തി. കണ്ടില്ലേ, യാക്ക് ശേഷം എങ്ങനെയാണ്? ഇബ്നതി, എൻ്റെ മോളെ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ. നോക്കൂ, റബ്ബ്, റബ്ബിനെ യാക്ക് ശേഷം എൻ്റെ റബ്ബേ എന്ന് പറയണം, യാ റബ്ബി. അഹുൻ, അഹുൻ എന്ന് എൻ്റെ സഹോദരൻ എന്ന് പറയണം, യാ അഖീ. ഉഖ്തുൻ, എൻ്റെ ഉഖ്തു എന്ന് പറഞ്ഞാൽ സഹോദരി, എൻ്റെ സഹോദരി എന്നെങ്ങനെ പറയും? യാ ഉഖ്തി. അപ്പോൾ എൻ്റെ ഉപ്പ എന്ന് വിളിക്കുക, എൻ്റെ ഉമ്മ എന്ന് വിളിക്കുക. അപ്പോൾ എൻ്റെ മകളെ എന്ന് വിളിക്കുക, എൻ്റെ റബ്ബേ. ആ പ്രയോഗമാണ് യാ റബ്ബി, യാ അഖീ, എൻ്റെ സഹോദര. ഉഖ്തുൻ, യാ ഉഖ്തി, എൻ്റെ സഹോദരി. ഇബ്നുൻ, യാ ബുനയ്യ, യബിനി, യബിനി, എൻ്റെ മകനെ. ഉസ്താദുൻ, യാ ഉസ്താദി, എൻ്റെ ഉസ്താദേ. സ്വദീഖുൻ, ഫ്രണ്ട്, കൂട്ടുകാരൻ, യാ സ്വദീഖി. അബുൻ, യാ അബീ, യാ ജദ്ദി. ഇതേപോലെ യാക്ക് ശേഷമുള്ള ഒരു പ്രയോഗം നമ്മൾ ഇതുപോലെ പഠിച്ചു വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു വർക്ക് തന്നിരിക്കുന്നത്. പിന്നെ നുകമ്മിലുൽ ഹിവാറ അൽ ജവാബു ഫിൽ മുറബ്ബഇ താനി, ഇവിടെ ഒരു സംഭാഷണമുണ്ട്, അത് നമ്മൾ പൂർത്തിയാക്കണം. താഴെയുള്ള ആ പട്ടിക നോക്കിയിട്ട് ആദ്യം തന്നെ ഉസ്താദ് വരുന്നു. ഉസ്താദ് എന്താ പറയുക? ഉസ്താദ് എന്തോ പറഞ്ഞതിന് കുട്ടി മറുപടി പറഞ്ഞത് വഅലൈക്കും അസ്സലാം എന്നാണ്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് എന്തെടുക്കാം? അസ്സലാമു അലൈക്കും. അപ്പോൾ വഅലൈക്കും അസ്സലാം. പിന്നെ ഉസ്താദ് എന്തോ ചോദിച്ചു, അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്, അൽ ഹാൽ എന്നാണ്. അപ്പോൾ താഴെയുണ്ട് അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാ, നജഹ്ത, അൽഹംദുലില്ലാ, നഅം, മാഷാ അല്ലാഹു, കൈഫ. അപ്പോൾ നമുക്കവിടെ എന്തെടുക്കാം? കൈഫൽ ഹാൽ. ആദ്യം തന്നെ ഒരാൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറയും, അതിന് മറുപടി പറയും, പിന്നെ ചോദിക്കുക എന്താ സ്ഥിതി, കൈഫൽ ഹാൽ. അപ്പോൾ കുട്ടി അതിന് മറുപടി പറഞ്ഞു സൈൻ ഡാഷ്. അവിടെ എന്താ നമ്മൾ പൂരിപ്പിക്കുക? സൈൻ, അൽഹംദുലില്ലാ, സുഖമാണ്. അപ്പോൾ ഉസ്താദ് എന്തോ ചോദിക്കണം, ഹൽ ഡാഷ് ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ ഉണ്ടോ? അപ്പോൾ എന്താണ്? അൽ നജഹ്ത, നജഹ്ത എന്നാണ് ചേർത്തി കൊടുക്കുന്നത്, നീ പരീക്ഷയിൽ വിജയിച്ചോ. ഹൽ നജഹ്ത ഫിൽ ഇംതിഹാനി, നീ പരീക്ഷയിൽ വിജയിച്ചോ. അപ്പോൾ കുട്ടി അതിന് മറുപടി എന്തോ പറഞ്ഞിട്ട് പറഞ്ഞു, നജഹ്തു ഫി ബി അലാമാത്തിൻ ഫായിക, ഉയർന്ന മാർക്കോടുകൂടി ഞാൻ വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? അൽഹംദുലില്ലാ, നജഹ്തു ഫി ബി അലാമാത്തിൻ ഫായിക. നമ്മളിവിടെ ഈ പാഠപുസ്തകത്തിലും അതേപോലെ വന്നിട്ടുണ്ട്. എങ്ങനെ? അൽഹംദുലില്ലാ നജഹ്തു ഫിൽ ഇംതിഹാനി ബി അലാമാത്തിൻ ഫായിക. അപ്പോൾ അൽഹംദുലില്ലാ, സർവസ്തി അല്ലാഹുവിനാണ്, ഞാൻ പരീക്ഷയിൽ വിജയിച്ചു. അപ്പോൾ ഉസ്താദ് എന്തോ പറഞ്ഞിട്ട് പറഞ്ഞു, ലക ഹദിയത്തും മിന്നി, നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഉസ്താദ് പറഞ്ഞത്? ഇവൻ വിജയിച്ചു എന്നുള്ള ഒരു നന്മ കണ്ടപ്പോൾ ഉസ്താദ് ഒരാളിലൊരു നന്മ, സന്തോഷമൊക്കെ കണ്ടാൽ എന്ത് പറയണം? എന്താ? മാഷാ അല്ലാഹ്,
ലക ഹദിയ്യത്തും മിന്നി. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു? ശുക്രൻ, നന്ദിയുണ്ട്, ഇൻഷാ അല്ലാ. ശുക്രൻ ഇൻഷാ അല്ലാ. അല്ലെങ്കിൽ തിരിച്ചും പറയാം. എങ്ങനെ? ഉസ്താദിന് ഇങ്ങനെയും പറയാം. ഈ ഉസ്താദിനും പറയും ഇൻഷാ അല്ലാ ലക ഹദിയ്യത്തും മിന്നി. ഇൻഷാ അല്ലാ ലക ഹദിയ്യത്തും മിന്നി. അല്ല ഉദ്ദേശിക്കണം നിനക്കൊരു സമ്മാനം ഉണ്ട്. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു? ശുക്രൻ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയാം? മാഷാ അല്ലാ എന്ന് കുട്ടി തിരിച്ചു പറയാം. അത് കഴിഞ്ഞിട്ട് താഴെയുണ്ട് 4 ആയത്തുകൾ. ഈ ആയത്തിൽ നിന്ന് ഇതുപോലെ നമ്മൾ സാധാരണ സന്തോഷ സമയങ്ങളിലും മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ കണ്ടെത്താനാണ് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. കണ്ടില്ലേ? ഇല്ല അൻ യശാ അല്ലാഹ്. അടുത്തായത് നോക്കും. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. മാഷാ അല്ലാഹ്. വഖാല അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. അപ്പോൾ അൽഹംദുലില്ലാ. ഫഖുൽ സലാമുൻ അലൈക്കും. അപ്പോൾ സലാമുൻ അലൈക്കും. ഇത്തരത്തിലുള്ള അഭിവാദ്യം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങൾ, അതുപോലെ സന്തോഷ സമയങ്ങളിൽ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള പദങ്ങൾ ആണ് ആയത്തിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അത് കഴിഞ്ഞ് താഴെ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്നതുമേ പെൻസിൽ കൊണ്ട് എഴുതി താഴെ അത് വളരെ ഭംഗിയായിട്ട് ഒന്നുകൂടെ എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് ഈ പാഠഭാഗം കേട്ടപ്പോൾ വളരെ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ തുടർന്നും ഈ പുസ്തകത്തിൻ്റെ 1 മുതലുള്ള മുഴുവൻ പാഠങ്ങളും കിട്ടാൻ വളരെ ചെറിയ ഒരു പണി, നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ.